പറ, എന്താ വിഷമം? ഏ ഏ മുത്തശ്ശിയുടെ പൊന്നിന് എന്നാ വിഷമം? ഇതാരാ ഇത്? ഏ മിന്നു, ഇതാരാ? അപ്പൊ പൊന്നു എന്തേ? പൊന്നു എവിടെ? മുത്തശ്ശിയുടെ പൊന്നു എന്തിയേ? ദേ അമ്മയുടെ അടുത്ത് കൂടെ ഇങ്ങനെ നടക്കുന്നു. ചേട്ടച്ചാര് നോക്കുക, ഏത് ഈ പീക്കിരി. രണ്ട് ചേച്ചിമാരും ഒരു ചേട്ടന് ഭയങ്കര കലിപ്പായി. പിള്ളേരെ അടുത്ത് തന്നു കഴിഞ്ഞാൽ ചീറ്റല്, ഓടിപ്പോവല്. എൻ്റെ പൊന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മ ഈ പിള്ളേരുടെ അടുത്ത് ഇരുന്നിട്ട് അവരെ നക്കുക. ഇവരുടെ മണം ഉണ്ടല്ലോ, ഈ പിള്ളേരുടെ മണം അമ്മയുടെ ദേഹത്തുണ്ടെങ്കിൽ കുറച്ച് 2-3 സെക്കൻഡ് നേരത്തേക്ക് അമ്മയെ പിന്നെ ഇഷ്ടാവില്ല എന്നല്ല, അമ്മയെ നോക്കി ചീറ്റിട്ട് അമ്മ അല്ലാന്ന് തോന്നും എന്നിട്ടുള്ള രീതിയിലാണ് പോവുക. ഇങ്ങനെയാണ്. കൊച്ചിന് ഫുഡ് കൊടുത്തിട്ടുണ്ട്. കൊച്ചു കുറേ നേരമായിട്ട് എന്നോട് ഇങ്ങനെ വിഷമമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. മുത്തുമണി ഉണ്ടല്ലോ, എന്തോ വിഷമം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ കൊഞ്ചിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, വിഷമിക്കണ്ട അമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ വിഷമം മാറിയെന്ന് തോന്നുന്നു. ശേഷമാണ് അവൾ ഫുഡ് കഴിച്ചത്. എന്തൊക്കെയോ വിഷമം ഉണ്ടായിരുന്നു. ആരേ ഈ പമ്മി നടക്കണേ? ആരാ ഇത്? പോയി മിന്നു 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 പിയു പിയു പിയു. ചേട്ടച്ചായ എന്തിയെ? ചേട്ടോ മണിമുത്തു ചേട്ടാ, ഇങ്ങ് വന്നേ. ഇന്നാ പരിപാടി? അടിയിലേക്ക് പോവാണോ? ഇവിടെ എന്നാ? ഇതാരും ഈ കമ്പും കോലൊക്കെ അതിനകത്ത് കൊണ്ടിട്ടത്? ഷോ. ഹായ് മിന്നു. പൊന്നു എന്തിയേ? പൊന്നു മിന്നു. അമ്മ അങ്ങോട്ട് പോയി. അമ്മ എന്തിയേ? കൊച്ചിൻ്റെ അമ്മ എന്തിയേ? ഓണരിഞ്ഞു. അമ്മ എന്തിയേ? അമ്മ അമ്മ എവിടെ? അമ്മ എന്തിയേ? അമ്മ ആണോ? അമ്മ എന്തിയേ? അമ്മ അങ്ങോട്ട് പോയി. ഇവിടെ അല്ല, അമ്മ അങ്ങോട്ട് പോയി കൊച്ചേ. നല്ല രസമുണ്ട്. ഇനി കാലിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോണ്ടല്ലോ, നല്ല ഐസിൻ്റെ പോലത്തെ നല്ല തണുപ്പാണ്. കുഞ്ഞിക്കാലല്ലേ, കുഞ്ഞിക്കാല് വെച്ച് ഇങ്ങനെ പമ്മി നടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. കാലിൽ തണുപ്പ് കിട്ടും. ഏതേ കിട്ടി. എന്തുവാ? അമ്മ എന്തിയേ? അമ്മ എവിടെ? കൊച്ചിൻ്റെ അമ്മ എന്തിയേ? അയ്യോ, എൻ്റെ കൊച്ചിനെ അമ്മ ഇട്ടിട്ട് പോയോ? അമ്മ എന്തിയേ? അമ്മ വാ, അമ്മ കാണാൻ പോവാം. അമ്മ എന്തിയേ? അമ്മ അതിനുള്ളിൽ പോയി. അതുകൊണ്ട് അവിടെ കിടക്കണ ഇതില്ലേ, ബാഗുകളില്ലേ, ആ ബാഗുകളുടെ ഇടയിൽ പോയി. വാ, നമുക്ക് ഫ്ലൈറ്റിൽ കയറി പോവാം. ഇങ്ങനെ ഫ്ലൈറ്റിൽ കയറി പോവാട്ടോ, ഫ്ലൈറ്റിൽ കയറി പോവാണേ. പൊക്കോ. അമ്മ അവിടെയാ, ചെല്ല, അതിൻ്റെ അടിയിലാ. അമ്മ അതിൻ്റെ അടിയിലാ, ചെല്ലേ. എന്തോന്ന് അത്ര മണപ്പിക്കാൻ? ഇനി അവിടെ എത്ര മണപ്പിക്കാൻ? അമ്മക്കിളി എന്തിയാ? അമ്മക്കിളി ഇവിടെ കൊച്ച്. അമ്മ ദേ ഇവിടെ ഉണ്ടാവും. നോക്കട്ടെ, അമ്മ എന്തി? ഇതോ ഇരിക്കണം അമ്മ. ദേ അവിടെ ദേ അതിനുള്ളിൽ ചെല്ല.
ചെല്ലു. പോട്ടെ പോട്ടെ, ഗുഹയ്ക്കുള്ളിൽ ചെല്ലു. മുത്തുമണിക്ക് എവിടെ ഇരുന്നാലും അവൾക്ക് ഒരു സംതൃപ്തിയില്ല. അതുകൊണ്ട് ഓരോ ദിവസം ഓരോ റൂം മാറും. നമുക്ക് ഇങ്ങനെ അടുത്ത പിള്ളേരെ നോക്കിയിട്ട് വരാം. എവിടെയാണ് കിങ്ങിണി? ഒരാശാത്തി ഇവിടെ കിടക്കുന്നു, ഉറങ്ങുക. എൻ്റെ ശബ്ദം കേട്ടപ്പോൾ എണീറ്റു. കിങ്ങിണി കിങ്ങിണി, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് പറയൂ. എന്തുണ്ട് വിശേഷം? സുഖമാണോ? ഒരു സുഖമില്ലാന്നവരില്ല. എന്തൊരപ്പി പറയാൻ, എന്നൊരു സുഖമൊന്നുമില്ല. നീ ഉറക്കം വേണ്ടോ? കൊച്ചിന് ഉറക്കം വേണ്ടോ? ഉറങ്ങിക്കോ കൊച്ചെ. ഊങ്ങടാ. കടി ഉറങ്ങിക്കോ. എവിടെ നിൻ്റെ മണിക്കുട്ടി സിസ്റ്ററൊക്കെ എന്ത് ചെയ്യും? നോക്കിയിട്ട് വരാം. പോയിരിക്കണം ഒരാൾ. ഹലോ, ആണോ? ആണോ? ഇപ്പം എന്താ ചെയ്യുക? ആണോ? പരിഹാരം കണ്ടോളൂ. ആണോ? കണ്ടോളൂ. ചാടാ കള്ളക്കുറുമ്പ. കുറുമ്പ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം കുറുമ്പ. ഇവനെ എടുക്കണം എന്നുണ്ട്. ഇവനെ എടുത്ത് കുറച്ച് നേരം പിടിക്കും, കൊഞ്ചിക്കും. പക്ഷേ അവനെ കൊഞ്ചിച്ചിട്ട് കുറേ ആവുന്നത് അവന് ഇഷ്ടമല്ല. അപ്പം അവൻ എന്ത് ചെയ്യും? ഒന്ന് വെപ്രാളം കാണിക്കും ഇറങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഇറക്കണില്ല എന്ന് ഓർത്ത് കഴിഞ്ഞാലോ, അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ കയ്യിനും മേത്തൊക്കെ കയറി മാന്താനും കടിക്കാനൊക്കെ തുടങ്ങും. ഞാനുണ്ടോ സമ്മതിക്കണു? ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്യും. അപ്പം അവനോടത് ഒരു നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കും അല്ലേ. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ അവൻ കുതിര ചാടിപ്പോവും. വലുതായിട്ടില്ല, കൊഞ്ചലൊന്നും അവന് ഇഷ്ടമല്ല. എന്നാൽ കൊഞ്ചം വേണം. കണ്ടോ ഇങ്ങനെ കാണിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോന്നു? കാട്ടിലെല്ലാം മറ്റേ ചെടികളുടെ ഇടയിൽ എന്തോ ശബ്ദം കേട്ടു. അത് നോക്കാൻ പോവുക. അതാ നോക്കൂ, അങ്ങേ ആ വീട്ടിൻ്റെ മതിലിൽ ഒരു കൊച്ചിരിക്കണം കണ്ടോ? അതാണ് മണിക്കുട്ടി. അതാണ് നമ്മുടെ മണിക്കുട്ടി. ക്ലിയർ അല്ല, നമുക്കവിടെ പോയി കാണാം. അല്ല, അവിടെ പോയിരിക്കണത് ഇവിടെ നിന്ന് കിട്ടുന്ന ഇതായിട്ട് ഉള്ള ഫുഡുണ്ടാവും, പ്രോട്ടീനുകളൊക്കെ ഇല്ലേ, അതവിടെയും ചിലപ്പോൾ വാങ്ങിച്ചു വയ്ക്കും ആ ചേച്ചി. അപ്പോൾ അതും കിട്ടും, ഇവിടെ നിന്നും കിട്ടും, അവിടെ നിന്നും കിട്ടും. അങ്ങനെയായിട്ട് നല്ല സുഖം. എന്തോ കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല. പാവൻകുട്ടി ഇരിക്കണം കണ്ടോ? ഓയ് മണിമുത്തേ, ഇവിടെ ചേർക്ക. നമുക്കപ്പം മണിക്കുട്ടി. ഹായ്. 24 hours കൂട്ടിനകത്തൊന്നുമല്ല, എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അതിനകത്ത് കയറ്റും. അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുക കൊച്ചിപ്പാവും. നാളെ ഈ കൂടും ഇവളും ഷിഫ്റ്റിങ്ങാണ്. അതായത് ഇവിടെ നിന്ന് നമ്മൾ മാറ്റും. അതായത് ഇവിടെ ഇരുത്തുമ്പം വലിയ മഴയൊക്കെ പെയ്യുമ്പോഴല്ലോ, ഈ ഷീറ്റില്ലേ, ഈ ഇട്ടിരിക്കുന്ന ഈ ഷീറ്റിന് കുഞ്ഞു ഓട്ടാസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ചിലപ്പോൾ ഇവൾ നനയും. ചിലപ്പോൾ കാണാറുണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവൾക്ക് ഫുഡ് കൊടുക്കാൻ വരുമ്പോഴോ ഒക്കെ ആയിട്ട് ഉള്ളിൽ അവൾ ഇരിക്കണ ഭാഗത്തൊക്കെ നനവ് വന്നിട്ടിരിക്കും. ഞാൻ ആദ്യം വിചാരിച്ചത് മഴ പെയ്യുമ്പോൾ തെറിക്കലുണ്ടല്ലോ, ഈ ഭാഗത്തുനിന്നും
ഈ ഭാഗത്തുനിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുള്ള തെറിക്കലുണ്ടല്ലോ കല്ലുമ്മേലൊക്കെ ആയിട്ട്. അപ്പം അതിൻ്റെ എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അതല്ല. അതിനുള്ളിൽ ഷീറ്റിൻ്റെ ഉൾഭാഗത്ത് ഹോളുകളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഉൾഭാഗത്ത് അവൾ ഇരിക്കണ ഭാഗത്തൊക്കെ നനയും, അവളും നനയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. 2 ദിവസത്തിനുള്ളിൽ ഷിഫ്റ്റ് ചെയ്യും. കുറച്ച് പണിയുണ്ട്. കൂട്ടൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകാറില്ല എന്നല്ല, കഴുകാറുണ്ട്. നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ആക്കണം. ഞാൻ ഡീപ്പ് ക്ലീൻ ആക്കാറുണ്ട്. അവൾ വല്ലപ്പോഴും ഇരിക്കുള്ളൂ എങ്കിലും ഞാൻ കൂട് വൃത്തിയാക്കും. എനിക്ക് വൃത്തിയാക്കിയിരിക്കണം. പിന്നെ അവളുടെ ഹെയർ നന്നായിട്ട് പോകുന്നുണ്ട്. ബോഡിയിൽ അത് അത് കാണിക്കുന്നില്ലെങ്കിലും ഹെയർ നല്ലപോലെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഗണിച്ചിട്ടാണ്. ഒരു വിഷമം, മഴ നനയണ്ട. അതുകൊണ്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഇപ്പം 2 ദിവസം അതിൻ്റെ കുറച്ച് 2 ദിവസം വരില്ല. നമ്മൾ സ്ഥലം നിശ്ചയിക്കണം, പിന്നെ കുറച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അപ്പം അതാണ്. അപ്പം നാളെയൊക്കെ ആയിട്ട് നാളെ ആയിരിക്കും കൂടുതലും ഷിഫ്റ്റിംഗ് ഉണ്ടാവുക. അല്ലെങ്കിൽ നാളെ ഞാൻ മറന്നു പോയി കഴിഞ്ഞ് പിന്നെ മറ്റന്നാളൊക്കെ ആക്കും. നാളെ വേറെ എന്തെങ്കിലും എമർജൻസി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റന്നാളത്തേക്ക് ആക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവളുടെ ഷിഫ്റ്റിംഗ് ഉണ്ടാവും. ഇവളുടെ കൂടിനെയും ഷിഫ്റ്റ് ചെയ്യും, മാറ്റും. അങ്ങനെ സ്ഥലം ജസ്റ്റ് നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് കംഫർട്ടബിൾ ആണോ എന്ന് നോക്കണം ഉള്ളൂ. മഴ നനയുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വെച്ചേക്കുന്നത്. നമ്മൾ സാധാരണ കൂടിനകത്ത് മോഷൻ ഇടാറില്ല. നിവൃത്തിയില്ലെങ്കിൽ മാത്രം ഞാൻ പറയും, അതിനകത്ത് തന്നെ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ കളഞ്ഞോളാം എന്നൊക്കെ പറയും. അപ്പോൾ അവൾ നിവൃത്തിയില്ലാതെ വിമിഷ്ടത്തോടെ ഇടും. കുട്ടി നല്ല കുട്ടിയാണ്. കുറേ കുറുമ്പിടുന്നേ ഉള്ളൂ. ചില ടൈമിൽ അമ്മക്കുട്ടിയാണ്. അതായത് ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവൾ ഓടി വരും. കൊഞ്ചല പിന്നെ അല്ലേ അല്ലേടി സുന്ദരിപ്പാറു? അമ്മിൻ്റെ സുന്ദരിപ്പാറു ആരാ? ലൂണിയാണോ? ലൂണി എവിടെയാ? ലൂണി ഞാൻ തിരിഞ്ഞു നിന്നട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തപ്പുന്ന രീതിയിലൊക്കെ ആയിട്ട് ലൂണി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൾ റിയാക്ട് ചെയ്യും. ഇപ്പം ഇങ്ങനെ നിന്നിട്ട് ഞാൻ വിളിച്ചതുകൊണ്ട് അവൾ റിയാക്ട് ചെയ്യില്ല. കാരണം അവൾക്കറിയാം അവളെ കളിപ്പിക്കുകയെന്ന്. അല്ലേ എനിക്ക് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടമല്ല. അവളുടെ കഴുത്തിലേ എനിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കണം എനിക്കിഷ്ടമല്ല. അവൾ സ്വതന്ത്രമായിട്ട് നടക്കണം. പിന്നെ അവൾ എവിടെ പോയാലും എനിക്ക് അറിയണം എന്നുള്ളതുകൊണ്ട് ഞാൻ കഴുത്തിൽ മണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുകയാണ്. അവൾക്ക് മണി ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്മോൾ സൈസും ഒരു ലാർജ് സൈസും ആയിട്ട്. നല്ല വലിപ്പമുള്ളത്, വലിയ വലിപ്പമല്ല, മീഡിയം ഉള്ള സൈഡിൽ. അപ്പം ഞാനത് ഇതായിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ നിനക്ക് ഏത് വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾ കുഞ്ഞിത് ആദ്യം കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും അവളുടെ ഡൗട്ട് വന്നിട്ട് ആദ്യം വലുത് കാണിച്ചു തന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അതിട്ട് നടക്കാനേ. അപ്പോൾ പിന്നെ അവളോട് അത് അഴിച്ചിട്ട് ഞാൻ പിന്നെയും ഒന്നും കൂടിയും ചൂസ് ചെയ്യാൻ പറഞ്ഞു ഏത് വേണമെന്ന്. അപ്പോൾ അവൾ കുഞ്ഞിതെടുത്ത് കാണിച്ചു തന്നു. അപ്പോൾ അതിട്ടുകൊണ്ട് നടക്കുകയാണ്. ഈ കൊച്ചു എവിടെ പോയാലും എനിക്കറിയാൻ പറ്റും. ഏറെയൊന്നുണ്ട്. എൻ്റെ ചേട്ടൻ്റെ ഡോഗിനും ഇത് തന്നെയാണ് കേട്ടോ, ഇങ്ങനെ തന്നെയായിരുന്നു അവളുടെ കഴുത്തിലും. അവളും പെൺകുട്ടിയാണ്. അപ്പോൾ അവൾക്കും ഇതേപോലെ തന്നെ മണിയാണ് ഇട്ട് വെച്ചേക്കണേ. കിണക്കിലാണ് കേൾക്കുന്നില്ലേ? ബെൽറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം അവളെ അകത്ത്, ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ അകത്ത് കെട്ടിയിട്ടാണ് പോവുക. പുറത്ത് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ട് അകത്ത് ഇട്ട് വയ്ക്കും എന്നെ. അപ്പോൾ അതുകൊണ്ട് അവളെ അകത്തൊരു ഇതുണ്ട്, ലീശയല്ലേ അങ്ങനത്തെ പേര് പറയുമല്ലോ ആ സാധനം, അതിൽ ഇതായിട്ടാണല്ലോ നമ്മൾ കെട്ടിയിടുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കെട്ടിയിട്ടതാണ്, ഞാൻ അഴിച്ചില്ല. ഞാൻ കുറച്ച് തിരക്കായിപ്പോയി. വലിയ ടൈറ്റിലൊന്നുമല്ല കിട്ടിയേക്കുന്നത്, അതിൽ കുഴപ്പമില്ല ഇതിലാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഇടാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ഊരി മാറ്റും. കുറച്ച് ഞാൻ തന്നെ മാറ്റും. അപ്പോൾ അതാണ് വിശേഷം. സോറി, നമുക്ക് മണിക്കുട്ടിയെ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, ഇരിക്കുന്നു മണിക്കുട്ടി.
ഹായ് മണിക്കുട്ടി, ഹായ് മണിക്കുട്ടി. കണ്ടോ സുന്ദരിപ്പെണ്ണി ഇരിക്കണമുണ്ടോ? സുന്ദരിപ്പെണ്ണെ മണിക്കുട്ടി, ഹായ്. ബാ പോരെ, വരുന്നില്ലേ? നീ വരുന്നില്ലേ? വാ കൊച്ചേ, വാ ബാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോൾ വരുമായിരിക്കും. ഇങ്ങനെ വരുന്നുണ്ട്. ഇതാ നീണ്ടെന്ന് പറഞ്ഞ് മൊഴിയൊക്കെ വലിഞ്ഞ് വരുന്നുണ്ട്. ബാ പോരെ പോരെ പോരെ. ഓ ഇവിടെ ബാ പോരെ പോരെ പോരെ. അതൊക്കെ ഓട് ഓട്, പോട്ടാണ്ട് പോട്ടാണ്ട് എന്നിട്ട് ബാ. ആൻറ്റീനെയും പൊക്കി കൊണ്ട് നടക്കുക കൊച്ചു കള്ളി. എവിടെ പോയി? ആ ഇതുകൊണ്ടേക്കണു. വാ കമ്മ, ബാ 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 ബാ. മണിക്കുട്ടി, മുത്തശ്ശി മണിക്കുട്ടിയേ ബാ. വരുന്നില്ലേ ഇവിടെ? കിങ്ങിണി ഇതെവിടെ നിന്നായിരുന്നു വന്നേ? ഇന്നേരം ഉറങ്ങിക്കിടന്ന സ്ഥലത്ത് കണ്ടില്ല. ഇപ്പം എവിടെ നിന്ന് വന്നേ? ഹായ് കിങ്ങിണി. ഏതാ തേടാൻ പോയാ കൊച്ചെന്തിയാവോ? വഴി അങ്ങോട്ട് പോയോ? ഒന്നും കാണാനില്ലല്ലോ. അപ്പോൾ ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാ നോക്കുന്നു കിങ്ങിണി കുട്ടി. അപ്പോൾ ഗൈസ് ബൈ.